ഹലോ ഗൈസ്, എല്ലാവർക്കും സോൾബോർഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും വന്നേക്കാണ് റോബ്ലോക്സ് ആയിട്ട്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് നേരത്തെ കളിച്ച പോലെ ഒരു ബോംബ് കൈമാറുന്ന ഒരു ഗെയിമാണ്. ഇത് സെറ്റ് ഗെയിമാണെന്ന് തോന്നുന്നു, നേരത്തെ നമ്മൾ കളിച്ച ഗെയിം പോലെ. നമുക്ക് എന്തായാലും ഇത് കളിച്ചു നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ഉള്ള എല്ലാം അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഗൈസ് ഇതും പെട്ടെന്ന് തന്നെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡേ 1 നമുക്ക് എന്തോ ബനാന ക്ലെയിം ചെയ്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് കുരങ്ങനാണോ ഗൈസ്? ഞാൻ 2x കൊടുത്താൽ റോബക്സ് കൊടുക്കണം ഗൈസ്. 19 റോബക്സ് എൻ്റെ കയ്യിൽ എത്ര ഇല്ല. ഓക്കേ, നമ്മളിതിനകത്ത് കുരങ്ങനാണ് ഗൈസ്. അടുത്ത മാപ്പ് വോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പ് വോട്ടിംഗ് ഒക്കെ എവിടെയാണ്? ഞാൻ കണ്ടില്ല ഗൈസ്. എന്തായാലും നമ്മൾ കളിയിലേക്ക് വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ബനാന ക്ലെയിം ചെയ്യണം. അതുപോലെ ബോംബ് ആരുടെയും കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കരുത്. ഡിക്ലെയിം. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ബോംബ് ഇട്ടിരിക്കുന്നത് ഗൈസ്. അയ്യോ, ആരേലും പാടാ എൻ്റെ കൂടെ. എനിക്ക് ഓടാൻ പറ്റുന്നില്ല ഗൈസ്, ലാഗ് അടിക്കുന്നു. അയ്യോ, കയറാ. ഇതിൻ്റെ മുകളിൽ തന്നെ അവൻ കയറാത്ത. ഇതെന്താണ്? എല്ലാവരുടെയും കയ്യിൽ ബോംബുണ്ട്. ചേട്ടാ, ഇതെന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവം എന്നാണ്. എല്ലാവരുടെയും കയ്യിൽ ബോംബുണ്ടോ ഗൈസ്? ഞാൻ കാണാറുണ്ട് എല്ലാവരുടെയും കയ്യിൽ ബോംബുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ഇതെന്താണ് ഗൈസ്? ഇതെന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഇതെന്താണ് കേസ് ഇവർ ഉദ്ദേശിക്കണം? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഇതെന്താണ് സംഭവം? റോബോട്ടോ? അൺകോമൺ ആയിട്ടുള്ള എന്തോ ഒരു സാധനം കിട്ടി ഗൈസ്. ഓക്കെ, അൺകോമൺ ആയിട്ടുള്ള എന്തോന്ന് കിട്ടിയിട്ടുണ്ട് ഇൻവെൻട്രിയിൽ. എക്യിപ്പ് ചെയ്യാനൊന്നുമില്ല. എഫക്റ്റ് ഇതുണ്ട് ഗൈസ്. ഇത് നമുക്ക് എക്യിപ്പ് ചെയ്യാം. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. എന്തോ സംഭവമാണത്. ബോംബ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്തോ ഉണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. ഇതൊക്കെ എന്താണ്? ഫ്യൂസ് മെഷീൻ. നമ്മുടെ കയ്യിലൊന്നുമില്ല ഗൈസ് ഫ്യൂസ് ചെയ്യാൻ. ഇമോട്ട് ഉണ്ട്, ഇൻവെൻട്രി ഉണ്ട്, ബനാന ഉണ്ട്. ഇതെന്താണ്? നമുക്ക് ഇങ്ങനെ പോവാം. ഇതാണല്ലേ ഗൈസ് കളി. നമുക്ക് വീണ്ടും കളിയിൽ വരാമോ? ഇതെന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഇത് നമ്മൾ വീണ്ടും കളിയിലേക്ക് വന്നാ. എൻ്റെ കയ്യിൽ ആരോ കൊണ്ട് ബോംബ് വന്നു ഗൈസ്. ഇതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നേ? ഇതെങ്ങനെ വന്നു? ആര് തന്നു? ഞാൻ കൊടുത്തിട്ടൊന്നും ആരേലും പോകുന്നില്ലല്ലോ ബോംബ്. ഇവൻ്റെ കയ്യിലൊക്കെ ഓൾറെഡി ബോംബ് ഉണ്ട്. അതെങ്ങനെ? ഹൗ ഇറ്റ്സ് പോസിബിൾ? എങ്ങനെ പോസിബിൾ ആവും ഗൈസ് അത്? നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. എന്താണ്? ഇത് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ബോംബ് പൊട്ടി ചത്ത് ഗൈസ്. 2x ഒന്നും വേണ്ട. പിന്നെ മാപ്പ് വോട്ടിങ് ഇത് വേണ്ട. നമുക്ക് ഇത് വോട്ട് ചെയ്യാം. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. അത് ഫുള്ള് മഞ്ഞ് പോലെ ആയിരിക്കണം. എനിക്കിഷ്ടപ്പെട്ടില്ല. വോട്ട് ചെയ്താ ഇതിനകത്തേ ചാടാം. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ബോംബ് എൻ്റെ കയ്യിലുണ്ട്. ഈ പ്രാവശ്യം എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഗൈസ് ബോംബ്. ആരെങ്കിലും താഴേക്കടെയൊക്കെ വാടേ. ഇങ്ങനെ ചാടണം. ചാടിയാലാണോ കയറുള്ളൂ? ഇതിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ബോംബായല്ല. നീലയുള്ളവന്മാരുടെ കയ്യിൽ ബോംബില്ല ഗൈസ്. ഇപ്പം എനിക്ക് മനസ്സിലായി. അവൻ്റെ കയ്യിൽ ബോംബില്ലായിരുന്നു, അവനോണ്ട് കൊടുക്കണം. ഇപ്പം നീലയുള്ള ആരും ഇല്ലല്ലോ ഇപ്പം ഇതിനകത്ത്. ഇത്രയും നേരം നീലയുള്ള ഒരുത്തൻ കഴിഞ്ഞു. സംഭവം കഴിഞ്ഞു. ക്ലെയിം ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും റെയർ ആയിട്ടുള്ള എന്തോ ഹാർട്ട് കിട്ടി 15 ശതമാനം. അത് വലിയ കാര്യമൊന്നുമില്ല.
എന്താ ഗെയിമെന്ന് പോലും എനിക്കിതുവരെ മനസ്സിലായില്ല. പിന്നെ വന്നിട്ടുണ്ടായാലും നമ്മളവിടെ ചാടിയപ്പോഴത്തേക്ക് ഇതിനകത്ത് എൻ്ററായി. നമുക്കെന്തായാലും കുറച്ച് സർവൈവ് ചെയ്യാൻ പറ്റും നോക്കാം. എനിക്കറിയില്ല. ഒന്നാമത് ഭയങ്കര ടഫാണ്. ഒന്നാമത് ഭയങ്കര പാടുപെട്ടാണ്. ആരോ കൊണ്ട് തന്നു. അവനെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം മനസ്സിലായി ഗൈസ്. ഇപ്പം മനസ്സിലായി. ഇപ്പം നമുക്ക് സെറ്റാക്കാം. മച്ചാനെ ഒന്ന് നിന്നേ മച്ചാനെ. അയ്യോ പൊട്ടി ഗൈസ്. ഇപ്പം മനസ്സിലായി ഗൈസ് എങ്ങനെയാണ് സംഭവം എന്ന്. അത് നമ്മൾ നീലയാണ് നമ്മൾ. അപ്പോൾ ചുമപ്പ് പോലത്തെ ഒരു കളറുള്ളവരുടെയിലായിരിക്കും ഈ ബോംബ് ഇരിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ കൊണ്ട് തരുമ്പോൾ നമ്മൾ വേറെ ആൾക്കാർക്കോ അല്ലെങ്കിൽ അവരോ എല്ലാം തിരിച്ചു കൊടുക്കണം. ഇവനൊക്കെ നോർമലാണ്. ഇവനൊക്കെ അങ്ങൊരു ചുമപ്പ് കണ്ടോ ഗൈസ്, ചുമപ്പ് കളർ. ഇവൻ്റെ കയ്യിൽ ബോംബുണ്ട്. ഇവൻ്റെ അടുത്ത് പോയാൽ ഇവൻ നമ്മുടെ അടുത്ത് വന്നാലും നമുക്ക് ബോംബ് കൈമാറും. അയ്യോ അവൻ പൊട്ടി തെറിച്ചു. റൗണ്ട് സർവൈവ് നമ്മളിപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ് സർവൈവ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു പഴം ഇരിപ്പുണ്ട്. പഴം കളക്ട് ചെയ്തു ഗൈസ്. നമുക്ക് എന്തായാലും ഏറ്റവും ടോപ്പിൽ കയറാം. ഓക്കെ, ഇവിടെ നിന്ന് ചാടിക്കോ ഗൈസ്. നമ്മൾ ഗെയിമിൽ മാത്രമാണ് കുരങ്ങൻ, ശരിക്കും അല്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കുക. കമൻറ്റിൽ നിങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല. ഓക്കെ, നമുക്കെന്തായാലും മുകളിൽ പോവാം. അയ്യോ താഴെ പോലെ. അയ്യോ ബോംബുള്ളവൻ. ദൈവമേ ഭാഗ്യം. നമുക്കെന്തായാലും ഇവിടെ ഇരിക്കാം. അപ്പം ബോംബും കൊണ്ടാണോ ഇങ്ങോട്ട് തന്നെ? അല്ലല്ലേ, അവൻ്റെ വാലിൻ്റെ എന്താ സംഭവമായിരുന്നത്. ഫ്രീ റെയിൻബോ ഉണ്ട്. നമുക്ക് 13 മിനിറ്റ് കഴിയുമ്പോൾ കിട്ടും. അത്രയൊന്നും നേരം നമുക്ക് ഞാനത് കളിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. അല്ല, അത്രയും നേരം ഞാൻ കളിക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ടൈമൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇപ്പുറത്ത് പറഞ്ഞെത്തി ഗൈസ്. യെസ്, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. എന്തായാലും ഇവിടെ നിൽക്കാം ഗൈസ്, ഇവിടെ നിൽക്കാം. ഓക്കെ, ആരൊക്കെ എലിമിനേറ്റായി. ഇവൻ്റെ കയ്യിലാണോ ബോംബ്? അവൻ ബോംബും കൊണ്ട് പോയി ഗൈസ്. പക്ഷെ ഇത് ആരുടെ അടുത്ത് നിൽക്കണ സേഫ് അല്ലല്ലോ ഗൈസ്. നമുക്ക് എന്തായാലും അപ്പുറത്ത് നിന്ന് അവിടെ ചെന്ന് നിൽക്കാം. അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിൽക്കാം. അവിടെ നിന്നു. കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. എന്താ സംഭവം? ഞാൻ നേരെ മുകളിലേക്ക് പോകുന്നില്ല. ബനാന കളക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്ക് ബനാന കളക്ട് ചെയ്യാം ഗൈസ്. ബനാന കളക്ട് ചെയ്യാം. ബനാന എവിടെ? ഓക്കെ, ഓടിപ്പോയി ബനാന. ഇഷ്ടം പോലെ ബനാന. ഓക്കെ, ഇത് അവിടെ ഇഷ്ടം പോലെ ബനാന ഉണ്ട് ഗൈസ്. കുരങ്ങനെ പഴമാണല്ലോ ഇഷ്ടം, അതുകൊണ്ട് ഇഷ്ടം പോലെ പഴം ഇവിടെ കിടപ്പുണ്ട്. എല്ലാം പറക്കിയെടുത്തേക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 279 ബനാനയായി. നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമായിരിക്കും. എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഈ മാച്ച് ഇപ്പോൾ കഴിയുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും കഴിയട്ടെ ഗൈസ്. കേറാ. ഓക്കെ, ഇവിടെ ബനാന 255 ഗൈസ്. ഓക്കെ, ഇവിടെ ഉണ്ട്. നമുക്കിതുവരെ ബോംബ് കിട്ടിയില്ല. ഈ ബോംബൊക്കെ എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവന്മാരൊക്കെ എൻ്റെ അടുത്ത് എന്തായാലും ഇല്ല. പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഒരുത്തനിവിടെ ഉണ്ട്. നമുക്ക് അവൻ്റെ പുറകെ പോകാം. അവൻ്റെ കയ്യിൽ ബോംബുണ്ട്. പോകുന്നത് അത്ര സുരക്ഷിതമല്ല. ഓക്കെ, കേറിക്കോ. ബോംബും കൊണ്ട് ഒരുത്തനങ്ങ് പോയി. ജയിച്ച അത് തോറ്റ. എന്തായാലും നമുക്ക് പുറത്ത് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഷോപ്പിലെല്ലാം മേടിക്കാൻ പറ്റുമോ? ഷോപ്പിലെല്ലാം റോബക്സ് കൊടുക്കണം ഗായ്സ്. അതെന്താണടെ? അപ്പോൾ പിന്നെ എന്തെല്ലാം മേടിക്കാൻ പറ്റുക? ഇൻവെൻട്രിയിലാണ് മേടിക്കാൻ പറ്റുക. ഇതിനകത്തൊന്നും മേടിക്കാൻ പറ്റില്ല ഗായ്സ്. അപ്പോൾ ബനാന വെച്ചിട്ട് എന്താണ് കാര്യം? ഇവിടെ ബനാന വെച്ച് കഴിഞ്ഞാൽ എന്തേലും ഇത് വേറെന്തോ സാധനമാണ്. ഇതെന്തേലും നമുക്ക് നല്ല വോട്ട് ചെയ്യണ്ട. ഓ, ഇത് സ്പിൻ ചെയ്യാനാണ് ഗൈസ് ബനാന.
എന്ത് കിട്ടും? എന്തെങ്കിലും നല്ല സാധനം. അയ്യേ, എന്തോ ചീത്ത സാധനം കിട്ടി ഗൈസ്. വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് എന്തായാലും സ്പിന്നടിച്ചിട്ട് കളിക്കാം. ഓക്കെ, എന്തോ സാധനം കിട്ടി ഗൈസ്. എന്തോ ടാഗ് എഫക്റ്റ് അങ്ങനെ എന്തോ കിട്ടി. ഇൻവെൻട്രിയിൽ പോവാം. എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, എക്വിപ്പ് ചെയ്യാം. ഇതെന്താ സാധനം ഒന്നും എനിക്കറിയാൻ പാടില്ല. എന്താണിതാ? ചത്ത് ലാവയായിരുന്നു ഗൈസ്. ഇതെന്താണ് ഇത്? ലാവ 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 ലാവ. ഞാനിവിടെ ഈ വള്ളി തൂങ്ങി പിടിച്ച് കിടക്കുവാണ് ഗൈസ്. ഇവിടെ എന്തായാലും തൂങ്ങി പിടിച്ച് നിൽക്കാം. അയ്യോ, അധികം നേരം നിൽക്കാൻ പറ്റില്ലേ. ഓടാ ഓടാ ഓടാ. ഇവനെന്തീ ഓടാൻ നിൽക്കുന്നത്? ആ പോയി, വീണ്ടും പൊട്ടി. ചത്തില്ല. നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് വന്നു. നമുക്കൊന്ന് എട്ടുകാലിയുടെ എന്താ ശക്തി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതെന്തായിരുന്നു? ഇൻവെൻട്രിയിൽ പോയി നോക്കട്ടെ. എഫക്റ്റാണ്. എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തോ ആണ് ഗൈസ്. എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ട്, നമ്മളതും ക്ലെയിം ചെയ്തു. ഓ, ഇത് അൾട്ടിമേറ്റ് 3 സ്പിന്നിൻ്റെ സാധനമാണ്. എന്തൊക്കെയോ സാധനം കിട്ടി. പിങ്ക് ലാവ അൺകോമൺ ആണ് അത് രണ്ടും. പിന്നെ എറർ എന്ന് പറഞ്ഞ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതെടുക്കാം. ട്രെയിൽസിൽ എറർ എക്വിപ്പ്. പിന്നെ അതെല്ലാം ഉള്ളതാണ് ഗൈസ്. പിന്നെ അതിൽ കാര്യമൊന്നും. ഓ, ഇതിലിങ്ങനെ വരും ഗൈസ്. ഇത് കൊള്ളാം. ഇതന്നെ മഴയോ? വെള്ളം തളിക്കണം. കാർ എടുക്കാൻ പറ്റും. കാറിൽ എൻ്റർ ആവും. കാറിൽ കയറാൻ പറ്റില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു കാറൊക്കെ എടുത്ത് ഇതിൽ ഡ്രിഫ്റ്റ് അടിക്കാം. ഒന്നും പറ്റില്ല. നമുക്ക് എന്തായാലും ഇല്ല, ഓടി നടന്ന് ബനാന കളക്ട് ചെയ്യാനേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കേ, ഓടിക്കോ. നമുക്കിതുവരെ ആരും തന്നില്ല. ആദ്യം അതൊക്കെ ആകുമ്പോൾ തരുമായിരുന്നു. എത്ര പേരുണ്ടാവും ഇത് കളിക്കാൻ? എങ്ങനെയാണ് ഞാൻ ജയിക്കണേ തോക്കണേ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഇതിലേറ്റവും ഹൈറ്റ് കയറി നിൽക്കാം ഗൈസ് നമുക്ക്. ഓക്കെ, ഇവിടെ പിടിച്ചോ കയറിക്കോ. അയ്യോ, താഴെ പോയി ഗൈസ്. ഓക്കെ, ഇവിടെ പിടിച്ച് കയറാം. എന്നിട്ട് ഇങ്ങോട്ടങ്ങനെ പോവും ഗൈസ്? അറിയാൻ പാടില്ലല്ലോ. ഇതെങ്ങനെ പോവും? ചേട്ടാ, അതെങ്ങനെയാണോ പോണേ? ഇതിനകത്ത് കയറാം. ഇതിങ്ങോട്ട് കയറിയാലും പോകാൻ പറ്റില്ല ഗൈസ്. ഏറ്റവും ടോപ്പിൽ കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാനും പറ്റുന്നില്ല. എന്ത് ചെയ്യും? ഓക്കെ, ഇതിനകത്ത് ഞാൻ പിടിച്ചിട്ടുണ്ട്. അയ്യോ, താഴെ പോയി. നമുക്കെന്തായാലും ആട്ടി വിടാൻ പറ്റില്ല ഗൈസ്. ആട്ടി വിടാന്ന് വെച്ചാൽ പറ്റിയില്ല. ഇവനൊക്കെ അങ്ങ് മോളിൽ പോയല്ലോടാ. അതെങ്ങനെയാണ്? അയ്യോ, അവസാനം അത് ചുവന്ന കളറാണ് ഗൈസ്. അത് തീരുമ്പോഴത്തേക്ക് നമ്മൾ ചാടണം. നമുക്ക് ഇത് കുറച്ച് അകത്താൻ പറ്റും. ഇല്ല, കേറാ. ഓടിക്കേറിക്കോ, ചാടിക്കോ, പിടിക്ക്. അയ്യോ, ഞാൻ അറിയാതെ. ശരിയാവുന്നില്ലല്ലോ ഗൈസ്. ഇത് മോളിൽ കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നടക്കണമില്ല. പിടി. അയ്യോ, താഴെ പോയി. ഓ, ഇതെന്താണ് ഗൈസ്? ഭയങ്കര ടഫാണല്ലോ. മുകളിൽ കയറാനും പറ്റണില്ല. എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ കയറിയില്ലിരിക്കാം. എൻ്റെ കയ്യിലാണല്ലോ ഗൈസ് ബോംബ്. എന്തായാലും ഗൈസ് ഈ ബോംബ് ഇപ്പോൾ പൊട്ടും. എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഗെയിം. ഇതുപോലെ ബോംബൊക്കെ കൈമാറി ഇങ്ങനെ കൊണ്ടുനടക്കണം. ചിലപ്പോൾ നമ്മുടെ കയ്യിലായിരിക്കും, ചിലപ്പോൾ അവന്മാരുടെ കയ്യിലായിരിക്കും. നമ്മൾ അവന്മാർക്ക് കൊണ്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് സംഭവം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നൈസാണ്.
അത്യാവശ്യം കളിക്കാനില്ല കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് വേണമെങ്കിൽ എടുത്ത് കളിച്ച് ട്രൈ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വിളിച്ച് നിർത്തുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ബായ്.